പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. കൊച്ചിക്ക് ആഗോള ശ്രദ്ധയേറുന്നു. ആഗോള വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ തിരിഞ്ഞ 10 കേന്ദ്രത്തിൽ കൊച്ചിയും. ആഗോളതലത്തിലെ പ്രമുഖ ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോമായ Booking.comന്റെ 2026 വാർഷിക യാത്രാ പ്രവചന റിപ്പോർട്ടിൽ 2026 10 പ്രധാന ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി കൊച്ചിയെ തിരഞ്ഞെടുത്തു. വിയറ്റ്നാമിലെ മ്യൂയിനെ, ഓസ്ട്രേലിയയിലെ പോർട്ട് ഡഗ്ലസ് തുടങ്ങിയ അന്താരാഷ്ട്ര ഹോട്ട്സ്പോട്ടുകൾക്കൊപ്പമാണ് കൊച്ചി പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. പൈതൃക ഭംഗിയും കായലുകളുടെ മനോഹാരിതയും ആധുനികതയുള്ള നഗരാനുഭവങ്ങളും സമന്വയിക്കുന്ന ഇടമെന്ന നിലയ്ക്കാണ് കൊച്ചി ആഗോള ശ്രദ്ധ നേടിയിരിക്കുന്നത്. 2026 ആദ്യ പാദത്തിൽ ലോകമെമ്പാടുമുള്ള യാത്രികർ ഏറ്റവും കൂടുതൽ തിരഞ്ഞ ഇന്ത്യൻ ഡെസ്റ്റിനേഷനുകളിലെ ടോപ്പ് 10 കൊച്ചി ഇടം നേടി. Booking.comന്റെ താമസ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട തിരച്ചിൽ ഡാറ്റ പ്രകാരം H1 2026 കൊച്ചിയിലേക്കുള്ള തിരച്ചിലുകളിൽ 30% വാർഷിക വളർച്ച രേഖപ്പെടുത്തി. ആത്മീയക്ഷമം, പ്രകൃതിയോട് ഇണങ്ങുന്ന വിനോദസഞ്ചാരം, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. ഈ വളർച്ച ഇതേ കാലയളവിൽ 40% വാർഷിക വർധനയോടെ കേരളത്തെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ തിരഞ്ഞ 3ാമത്തെ സംസ്ഥാനമെന്ന ബഹുമതിക്ക് അർഹമാക്കി. കൊച്ചിയിൽ ഹോട്ടലുകൾക്ക് പുറമെ ഹോളിഡേ ഹോമുകൾ, B&Bകൾ, ഗസ്റ്റ് ഹൗസുകൾ എന്നിവയ്ക്കാണ് ആഗോള യാത്രികർ കൂടുതൽ തിരച്ചിൽ നടത്തുന്നത്. ഇതിന് പിന്നാലെ വില്ലകൾ, ഹോം സ്റ്റേകളും ഉൾപ്പെടുന്നു. സ്ലോ ട്രാവലും കമ്മ്യൂണിറ്റി അധിഷ്ഠിത അനുഭവങ്ങളും തേടുന്ന യാത്രികരുടെ പ്രവണതയെ ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. 2026 ലോകത്തിൽ 10 ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി Booking.com കൊച്ചിയെ തിരഞ്ഞെടുത്തത് ആവേശം പകരുകയാണ്. ഉത്തരവാദിത്ത വിനോദസഞ്ചാരത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളും പ്രാദേശിക സമൂഹങ്ങളുടെ ആത്മാർത്ഥതയും ഈ നേട്ടത്തിന് പിന്നിൽ പ്രധാന സംഭാവന നൽകിയിട്ടുണ്ട്. Booking.com പോലെയുള്ള ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ആഗോള ദൃശ്യപരത വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. കൊച്ചി നഗരത്തെ ഒരു മുൻനിര സുസ്ഥിര വിനോദസഞ്ചാര കേന്ദ്രമായി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി P. A. മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തിരയുന്ന APSCയിൽ യാത്രക്കിടയിൽ കൊച്ചി വേഗത്തിൽ ആകർഷക കേന്ദ്രമായി മാറുകയാണ്. ഓസ്ട്രേലിയ, ജപ്പാൻ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, തായ്ലാന്റ്, തായ്വാൻ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലുടനീളം തിരച്ചിലുകളിൽ കൊച്ചി മുന്നിലെത്തിയതായി റിപ്പോർട്ട് പറയുന്നു. Booking.comന്റെ H1 2026 അക്കോമഡേഷൻ ഡാറ്റ പ്രകാരം APSC യാത്രക്കാരിൽ നിന്നുള്ള തിരച്ചിലുകളിൽ കൊച്ചി ശ്രദ്ധേയമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് യാത്രികരിൽ നിന്നും 36%, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരിൽ നിന്ന് 16% എന്നിവയാണ് വാർഷിക വളർച്ച രേഖപ്പെടുത്തിയത്. ഇതിന്റെ ഫലമായി കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് കൊച്ചിയുടെ റാങ്കിംഗ് 9ാം സ്ഥാനത്ത് നിന്ന് 6ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഈ മുന്നേറ്റത്തിന്റെ തുടർച്ചയായി H1 2026 APSC മേഖലയിലെ യാത്രികർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ 5 സംസ്ഥാനങ്ങളിലൊന്നായി കേരളം 5ാം സ്ഥാനത്ത് നിന്ന് 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. കേരള ടൂറിസം വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 സംസ്ഥാനത്ത് വിനോദസഞ്ചാരികളുടെ ഇനത്തിൽ റെക്കോർഡ് വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അക്കാലയളവിൽ 25.88 ദശലക്ഷം പേരാണ് കേരളം സന്ദർശിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹിക അധിഷ്ഠിത പദ്ധതികൾ എന്നിവ കാരണം 2024 അപേക്ഷിച്ച് ഏകദേശം 2.9 ദശലക്ഷം സന്ദർശകരാണ് കൂടുതലായി എത്തിയിരിക്കുന്നത്. H1 2026 ആഭ്യന്തര വിനോദസഞ്ചാരികൾക്കായി ഇന്ത്യൻ യാത്രികൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞ 12 ഡെസ്റ്റിനേഷനുകളിൽ കൊച്ചി ഇടം നേടി. ഇതോടെ രാജ്യത്തിനുള്ളിൽ കൊച്ചിയോടുള്ള ആകർഷണം വർദ്ധിച്ചു വരുന്നതായി വ്യക്തമാകുന്നു. കൂടാതെ ആഭ്യന്തര യാത്രയ്ക്കായി ഇന്ത്യൻ യാത്രികർ ഏറ്റവും കൂടുതൽ തിരഞ്ഞ സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ 3ൽ കേരളം ഇടം പിടിച്ചു. To experience or to share my ideas and thoughts about like how Kochi has been placed as one of the important trending destinations in 2026, especially by Booking.com. And special thanks to Booking.com to identify Kochi as one of the important destinations too. As it was a short H1 2026 ജനുവരി 1 മുതൽ 2026 ജൂൺ 30 വരെ ഇന്ത്യൻ യാത്രികർ ആഭ്യന്തരമായി ഏറ്റവും കൂടുതൽ തിരഞ്ഞ ആദ്യ 10 സംസ്ഥാനങ്ങൾ ഇവയാണ്: ഡൽഹി, NCR, മഹാരാഷ്ട്ര, തമിഴ്നാട്, കേരളം, രാജസ്ഥാൻ, കർണാടക, ഗോവ, ഉത്തർപ്രദേശ്, തെലങ്കാന, ഗുജറാത്ത് എന്നിവയാണിവ. ഇന്ത്യൻ യാത്രികർ ആഭ്യന്തരമായി ഏറ്റവും കൂടുതൽ തിരഞ്ഞ ആദ്യ 10 നഗരങ്ങൾ മുംബൈ, ഡൽഹി, ബംഗളൂരു, ജയ്പൂർ, ഉദയ്പൂർ, ചെന്നൈ, വാരണാസി, പുതുച്ചേരി, ഹൈദരാബാദ്, വർക്കല എന്നിവയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.